ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. ആൽക്കമി എന്ന പദം പരിചയമുള്ളതാണ്. കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ശാഖയൊക്കെ ആരംഭിക്കുന്നത് ആൽക്കമിയുടെയൊക്കെ ചുവടുപിടിച്ചിട്ടാണെന്നുള്ളതാണ് ചരിത്രം. അടിസ്ഥാന ലോഹത്തെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള സങ്കല്പം, അതുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും വിചിത്രമായ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ശ്രമങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും എവിടെ നിന്നും ഇരുമ്പിങ്ങനെ സ്വർണ്ണമായി മാറിയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. അത്തരം പരീക്ഷണങ്ങൾ ഇപ്പോഴും ഭൂമിയുടെ പലയിടങ്ങളിൽ നടക്കുന്നുണ്ടെന്നൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന മനുഷ്യന് സ്വർണ്ണ മനുഷ്യനായിട്ട് മാറാൻ പറ്റും. അടിസ്ഥാന മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ ക്രൂഡായിട്ടുള്ള ഒരാളാണ്. അല്പം പോലും ഇങ്ങനെ അവനിൽ തന്നെ ശുദ്ധീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ വേണമെങ്കിൽ സാധ്യമായ നിലനിൽപ്പിൻ്റെ പേരാണ് മനുഷ്യൻ എന്ന് പറയുക. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ അവനവൻ്റെ സർവൈവൽ എന്നൊക്കെ തന്നെ. നമ്മളെന്തുമാത്രം കാര്യങ്ങൾ ഇങ്ങനെ മീതെ പറയുമ്പോഴും ഒരു നിർണായകരമായ നിമിഷത്തിൽ ഓരോരുത്തർക്കും പ്രധാനമെന്ന് പറയുന്ന അവരവരെ നിലനിൽപ്പ് സർവൈവലാണ്. സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒരു പ്രഭാഷണം നടക്കുന്ന ഒരു ഇടത്തിൽ പെട്ടെന്ന് ഒരു ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ, ഒരു ഹോള് ഇടിഞ്ഞു വീഴുമ്പോൾ തൻ്റെ അടുക്കലിരിക്കുന്ന തൻ്റെ കൂടെ തന്നെ കേൾക്കാനായിട്ട് വന്ന ആ കൂട്ടുകാരിയെ പോലും പറഞ്ഞിട്ടൊരു പക്ഷേ മനുഷ്യൻ പുറത്തേക്ക് ഓടിയെന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെ വല്ലാത്ത അവനവൻ്റെ ലോഹം തെളിയിക്കേണ്ട നിമിഷത്തിൽ, അവനവൻ്റെ മെറ്റൽ തെളിയിക്കേണ്ട നിമിഷത്തിൽ മനുഷ്യർ പലപ്പോഴും പ്രൂവ് ചെയ്യുന്നത് വളരെ സ്വാർത്ഥരായിട്ടും തലകുനിക്കാൻ മാത്രം ലജ്ജിക്കാൻ കാരണങ്ങളുള്ള ഒരാളുമായിട്ട്. പക്ഷേ ഈ മനുഷ്യന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അയാൾക്കിങ്ങനെ പരോന്മുഖമായിട്ട് ജീവിക്കാനും പ്രതികൂല സാഹചര്യങ്ങൾക്കകത്ത് ആനന്ദം നിലനിർത്താനും ഒന്നിനു മീതെ അടിച്ചേൽപ്പിക്കാതെയും പലതിനെയും വിട്ടുകളഞ്ഞുമൊക്കെ ജീവിക്കാനും പറ്റുമെന്നുള്ളൊരു സാധ്യതയാണ് അഷ്ടഭാഗ്യങ്ങൾ തുറന്നു കാട്ടുക. അതുകൊണ്ട് തന്നെ അതൊരു ഇടുങ്ങിയ വഴിയാണ്. ദിവസമൊക്കെ പറയുന്ന ഇടുങ്ങിയ വഴിയുടെ കൃത്യമായ വിവർത്തനം അൺട്രോഡൻ പാത എന്നാണ്. അധികം പേര് ചവിട്ടാത്തൊരു പാത. ഈ അധികം പേര് ചവിട്ടാത്തൊരു പാതയിലൂടെ ചവിട്ടാനായിട്ട് ധൈര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒന്നാണ്. പതുക്കെ പതുക്കെ അവരിൽ ഒരു പുതിയ ഒന്ന് തെളിഞ്ഞു കിട്ടുന്നുണ്ട്. അതിങ്ങനെ ഈശ്വരൻ്റെ എന്ന് നമ്മൾ കാലാകാലങ്ങളായിട്ട് വിശേഷിപ്പിക്കുന്ന ആ ഒരു മുഖവും പ്രസാദവും ദിവ്യതയും ഒക്കെയാണ്. അതിനുള്ള സാധ്യത നിൽപ്പുണ്ട്. ആറന്മുള കണ്ണാടിയെക്കുറിച്ച് പറയുന്നതാണ് കാണാൻ. ബാക്കി എല്ലായിടത്തും കണ്ണാടി ഉണ്ടാക്കുമ്പോൾ അതിന് രസത്തിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്, മെർക്കുറി ആവശ്യമുണ്ട്. ഇതിങ്ങനെ അവർക്ക് മാത്രം അറിയാവുന്ന കാലാകാലങ്ങളായിട്ട് കൈമാറിയിരിക്കുന്ന എന്തോ ഒരു നിഗൂഢമായ ഒരു കരകൗശലത്തിൽ അവരിങ്ങനെ ലോഹത്തെ തന്നെ മിനുക്കി അതിനകത്തിങ്ങനെ ഓരോരുത്തരെയും പ്രതിബിംബം തെളിയുന്ന വിധത്തിൽ കണ്ണാടി തുല്യമാക്കി മാറ്റുമെന്ന് പറയുന്ന ഒന്ന്. അതുപോലെ ആ മനുഷ്യരിലൊരു വിസ്മയം സാധ്യമാണ്. അനുകൂല സാഹചര്യങ്ങൾ മാത്രമാണ് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള തെറ്റിദ്ധാരണയാണ് അഷ്ടഭാഗ്യങ്ങൾ തിരുത്താനായിട്ട് ആഗ്രഹിക്കുക. ഒക്കെ പ്രതികൂലങ്ങളാണ്. കരഞ്ഞവർ, വിശന്നവർ, അലഞ്ഞവർ, നീതിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പീഡനമേറ്റവർ. എന്നിട്ട് ഇവരൊക്കെ എന്തോ ഒരു കാര്യം സ്ഥായിയായിട്ട് ഉള്ളിൽ പുലർത്തുന്നുണ്ട്. വേണമെങ്കിൽ അസീസിലെ ഫ്രാൻസിൻ്റെയൊക്കെ ഭാഷയിൽ ഇങ്ങനെ പരിപൂർണ്ണ ആനന്ദം എന്നൊക്കെ പറയാവുന്നൊരു തലത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്ര തന്നെ ഇത്. ആ പരിപൂർണ്ണ ആനന്ദം എന്തെന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പാതിരാവിലെ വിശന്ന് ഒരുപിടി അന്നത്തിന് വേണ്ടി നിങ്ങളൊരു ആശ്രമ കവാടത്തിൽ ചെന്ന് മണിയടിക്കുന്നു. അവിടെ ഉള്ളവർ നിങ്ങളെ മോഷ്ടാക്കളായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ആവശ്യത്തിലേറെ മർദ്ദിച്ച് ഇനി ആരെയും കളിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ ഉടുത്തിരുന്ന വസ്ത്രം കൂടി ഉരിഞ്ഞെടുത്തിട്ട് പുറത്തുള്ള മഞ്ഞുപേക്ഷിക്കുന്ന പിറ്റിലേക്ക് വലിച്ചിടുന്നു. അങ്ങനെ ആ രാത്രിയിൽ ശൈത്യവും വിശപ്പും നിന്ദനവും ക്ലേശവും തെറ്റിദ്ധാരണയും നഗ്നതയുമൊക്കെ അനുഭവിക്കുന്ന ആ രാത്രിയിൽ നിങ്ങൾക്ക് ഈ മഞ്ഞുപാളികളുടെ മീതെ ചുവട് ചവിട്ടി നൃത്തം ചവിട്ടാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അതിനെ ഫ്രാൻസ് വിളിച്ചിരുന്ന വാക്കാണ് പരിപൂർണ്ണമായ ആനന്ദം. ഒക്കെ പ്രതികൂലമായിരിക്കുമ്പോഴും ഒരാൾ പുലർത്തുന്ന സ്ഥായിയായ എന്തോ ഒരു മനോഭാവം. എന്തുമാത്രം കാര്യങ്ങൾക്ക് പരിക്ക് പറ്റുമ്പോഴും ഉള്ളിലെ ദൈവത്തിന് കാര്യമായ പരിക്ക് പറ്റുന്നില്ലെന്നുള്ള അറിവ്. അപ്പം അതിലേക്കുള്ള ഒരു ബോധനമോ അതിലേക്കുള്ള ഒരു ചിന്താധാരയൊക്കെ ഫ്രാൻസിസ് രൂപപ്പെടുത്തുന്ന നിശ്ചയമായിട്ടും ഈ അഷ്ടഭാഗ്യങ്ങളിൽ നിന്നാണ്. ലോകത്തിൻ്റെ ഗതി ഏതെങ്കിലും തരത്തിൽ പ്രകാശിപ്പിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും തെളിഞ്ഞോ പറഞ്ഞോ ഈ അഷ്ടഭാഗ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ യേശായ പുസ്തകത്തിൽ പറയുന്ന കണക്ക് നിൻ്റെ വാളിനെ കലപ്പയാക്കി മാറ്റാമെന്ന് പറയുന്ന വളരെ ഇഷ്ടമുള്ള ഒരു പഴയ നിയമത്തിലെ തിരുവചനമാണത്. നിൻ്റെ വാളിനെ കലപ്പയാക്കുക. വളെന്ന് പറയുന്നത് അവനവനെ
വിഷമിപ്പിക്കുന്ന, അവനവനെ നുറുക്കുന്ന, അവനവനെ തകർത്ത് കളയുന്ന ഏതനുഭവം വാളാണ്. ഇതിനെ കലപ്പയാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. വാളിങ്ങനെ ഉറയിൽ സൂക്ഷിക്കുക എന്ന് പറയുന്ന അപകടകരമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ട് തന്നെ പെരുമാറാൻ പറ്റും, ഇടപെടാൻ പറ്റും. ഈ ലഭിച്ച പ്രതികൂല അനുഭവങ്ങളെ സർഗാത്മകമാക്കാൻ പറ്റുമോ, സൃഷ്ടിപരമാക്കാൻ പറ്റുമോ? ഇതിന് മീതെ, ഈ തിരുവചനത്തിന് മീതെ ഒരു ശില്പം, വളരെ പ്രശസ്തമായൊരു ശില്പം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. യുഎൻ്റെ ന്യൂയോർക്കിലുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ തോട്ടത്തിലായിട്ട് വളരെ പ്രശസ്തമായൊരു ശില്പം ഇതിന് മീതെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വാളിങ്ങനെ അടിച്ചു പരത്തി കലപ്പയാക്കുന്ന ചിത്രം. അപ്പോൾ നെഗറ്റീവായ അനുഭവങ്ങൾ എന്തുമാത്രം ഗുണപരമാക്കാമെന്നുള്ള, സൃഷ്ടിപരമാക്കാമെന്നുള്ള ഒരു വല്ലാത്തൊരു അന്വേഷണത്തിൻ്റെ പേരാണ് ഗിരിപ്രഭാഷണം. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ യേശുവുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള മനുഷ്യർ അങ്ങനെ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിച്ചത് ഈ ഗിരിപ്രഭാഷണങ്ങളുടെ സരണി തന്നെ. 6ഓളം കാര്യങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അവനവൻ ഭിക്ഷു എന്ന് തിരിച്ചറിയുന്ന ഒന്നാമത്തെ ഘട്ടം, പിന്നെ നീണ്ട വിലാപത്തിൻ്റെ മറ്റൊരു ഘട്ടം. കാരണം സ്വയം ഭിക്ഷു എന്ന് തിരിച്ചറിഞ്ഞൊരു മനുഷ്യന് കരയാതിരിക്കാൻ തരമില്ല. അതിനകത്തുനിന്നുണ്ടാകുന്ന അയാളുടെ ചില ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഈ ജീവിത സമീപനങ്ങളും ജീവിത രീതികളും ഇങ്ങനെ ശാന്തശീലരാകുന്നു. ഒന്നിനോടും ധാഷ്ട്യമില്ല. പലതിനെ ഇങ്ങനെ വിട്ടുകളയാനായിട്ടും പലതിനും ഇടം കൊടുക്കാനും പറ്റുന്ന ഒരു മനോഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നു. പിന്നെ ഇങ്ങനെ നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി വല്ലാത്ത വിശപ്പും ദാഹം അനുഭവിക്കുന്നു. തൊട്ടുമുമ്പത്തെ വാരത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെ കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്നുള്ള അടിസ്ഥാന ആ കരുണയെന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ ഈ കീർത്തനങ്ങളിലൊക്കെ കേൾക്കുന്ന കണക്ക് കരുണ ചെയ്യാൻ എന്ത് താമസം. എല്ലാവരും, സംഗീതജ്ഞന്മാർ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതിങ്ങനെ നിശബ്ദമായിട്ട് ഇങ്ങനെ പാടുന്നത് ഒത്തിരി ഒന്ന് കാതോർത്താൽ പിടുത്തം കിട്ടുന്നേ ഉള്ളൂ. ഇങ്ങനെ കരുണ ചെയ്യാൻ എന്ത് താമസം. ഓരോരുത്തരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കരുണയുടെ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിചാരങ്ങളെ കഴിഞ്ഞ വാരത്തിൽ അവസാനിപ്പിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിലാണ് നമ്മൾ കാണുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ കളഞ്ഞു പോയെന്ന് ഏകദേശം എല്ലാവർക്കും ഹൃദയഭാരത്തോടു കൂടി, ലജ്ജാഭാരത്തോട് പറയേണ്ട ഒരു കാര്യം അവനവൻ്റെ ഹൃദയശുദ്ധിയാണ്. നമുക്കിങ്ങനെ വിഷമിക്കാനായിട്ട് കാരണങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നവർ പറയുന്ന കണക്ക് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പദമെന്ന് പറഞ്ഞാൽ ഐ റിഗ്രറ്റ് എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവനവൻ്റെ ഒരു ആ നൈർമല്യം കളഞ്ഞുപോയി. അതിങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ടുള്ളൊരു ധൈര്യമില്ല. വാസ്തവത്തിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഇടത്തെ ഇത്രയും വൾണറബിളാക്കുന്നത്. നമുക്ക് പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ശക്തിയോ ഒരു കൃത്യമായിട്ടൊരു കാര്യം തറപ്പിച്ച് പറയാനായിട്ടുള്ള ഒരു ധാർമ്മിക ബലമൊക്കെ കിട്ടാതെ പോകുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജിക്കാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. പിന്നെ ആകപ്പാടുള്ളൊരു ആശ്വാസം ഇത്തരം നിഷ്കളങ്കതകൾ, കളഞ്ഞുപോയ നിഷ്കളങ്കത തിരികെ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇങ്ങനെ ആവാത്ത വിധത്തിൽ ആർക്കും ഒന്നും കളഞ്ഞു പോയിട്ടില്ല. തിരികെ വരാനാവാത്ത വിധത്തിൽ ആരും അകന്നു പോയിട്ടില്ല. അവനവൻ്റെ നിഷ്കളങ്കതയെ തിരികെ പിടിക്കാൻ പറ്റുന്നുള്ളൊരു വല്ലാത്തൊരു വിശ്വാസത്തിലാണ് സുവിശേഷം മുമ്പോട്ട് പോവുക. നിക്കോദേമോസിനെ കണക്ക് നമ്മൾ യേശുവിനോട് അല്ലെങ്കിൽ ആ ഗുരുവിനോട് ഇങ്ങനെ കലമ്പുന്നുണ്ട്, ഈ പ്രായത്തിൽ എങ്ങനെയാണ് വീണ്ടും പിറക്കുക? ഒരു മധ്യവയസ്സിലെത്തിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീണ്ടും പിറക്കുക? അതിങ്ങനെ സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യൻ ചോദിക്കുന്നൊരു കാര്യമാണ്. എന്തുമാത്രം സങ്കീർണതകൾ, എന്തുമാത്രം കൈപ്പിഴകൾ, എന്തുമാത്രം ലജ്ജാകരമായ പാളിച്ചകൾ, എങ്ങനെയാണ് ഒരാൾക്ക് വീണ്ടും പിറക്കാൻ പറ്റുക? യേശു അവനോട് പറഞ്ഞു, ഇങ്ങനെ നീ എന്തിനാ സംശയിക്കുന്നത്? നീ ഗുരുവല്ലേ? ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്, നീ ഗുരുവല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ഈ പഠിപ്പിക്കുന്നവർ മാത്രം അർത്ഥമല്ല, ഇങ്ങനെ എൽഡർ പീപ്പിൾ എന്ന നിലയിൽ, അത് മാതാപിതാക്കന്മാരാവാം, ആരുമാവാം, ആരുമാവാം. മുതിർന്നവരെന്ന നിലയിൽ നമ്മളെപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത്, വിശേഷിച്ചും അടുത്തൊരു തലമുറയോട് പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ നിർമ്മല ജീവിതത്തെക്കുറിച്ച്, നിഷ്കളങ്കതയെക്കുറിച്ചുമാണ്. എന്നിട്ടും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് പറയാനായിട്ടുള്ള ധൈര്യമോ ധാർമ്മിക ബലമോ ഇല്ലാതെ പോകുന്നു. സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് യേശു ചോദിക്കുന്നത്, നീ ഗുരുവല്ലേ? പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് നിനക്ക് പോലും അത്ര ഉറപ്പില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും പിറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. വീണ്ടും ദൈവകാരുണ്യത്തിനും ഗർഭപാത്രത്തിനും ഹീബ്രു ബൈബിൾ ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, റഹാം എന്ന് പറയുന്ന വാക്ക്. ആ മഹാകാരുണ്യത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരാൾക്ക് ആ കുഞ്ഞുങ്ങളെ കണക്ക് സ്നിഗ്ധമായ ചർമ്മവുമായിട്ട് ഒരു വീണ്ടും പിറവി സാധ്യമാണ്. അത്തരമൊരു വീണ്ടും പിറവിയിലാണ് ആ പുതിയ നിയമത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. ഒത്തിരി കഥകളൊക്കെ
നമ്മൾ ഇടയ്ക്കിങ്ങനെ ഈ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു പോകാറുണ്ട്. അത്തരം കഥകൾക്കകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥ എന്ന് പറയുന്നത് ഇതാണ്. നാട് മോഷ്ടിച്ചിരുന്ന മനുഷ്യൻ, അയാളെ ഇങ്ങനെ നാട്ടുകാർ പിടികൂടി. ആ ദേശത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് എന്തൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ പച്ച കുത്തി വെക്കും. പിന്നെ ഒരാളിൽ നിന്ന് അയാൾക്ക് ഒന്നും മറച്ചു പിടിക്കാനാവില്ല. അത്രയും ഇങ്ങനെ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും പിടുത്തം കിട്ടുന്ന മട്ടിൽ, അപമാനിതനായ മട്ടിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്ന കഠിനമായ ശിക്ഷയായിരുന്നത്. അങ്ങനെ ഇയാളുടെ നെറ്റിത്തടത്തിന് മീതെ എസ് എന്ന് ഇങ്ങനെ പച്ചകുത്തി വെച്ചു. എന്തോ ആവാം, ഷീപ്പെന്നാവാം, ആടൻ നിറത്തിലാവാം, അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന നിറത്തിൽ സ്റ്റീലിംഗ് എന്നാവാം. പക്ഷെ അതോടുകൂടി ഇയാളുടെ ജീവിതം വഴിമാറുകയാണ്. അയാൾ പിന്നീട് ജീവിച്ചത് മുഴുവൻ ഈ ആടുകൾക്ക് വേണ്ടി തന്നെ. ഇതിൻ്റെയൊക്കെ കുറച്ച് കൃത്രിമങ്ങളും ഇതിൻ്റെയൊക്കെ ഊടുവഴികളുമൊക്കെ അറിയാവുന്നത് കൊണ്ട് അയാളിങ്ങനെ ആടുകളുടെ വലിയ പ്രൊട്ടക്റ്റായിട്ട് മാറി. അയാൾ എല്ലാ പഴുതുകളും അടച്ച് ഈ ആടുകളുടെ സംരക്ഷകനായിട്ട് തൻ്റെ ചെറിയ പ്രായത്തിൽ ചെയ്ത കൈപ്പിഴയൊക്കെ തൻ്റെ ദീർഘമായ ജീവിതം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു. പക്ഷെ എന്നാലും പ്രശ്നമുണ്ട്. നെറ്റിയിൽ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്ന ഈ പച്ചയിൽ ചാലിച്ച് വരച്ചിരിക്കുന്ന എസ് എന്ന് പറഞ്ഞ വാക്ക് അയാൾ ചുക്കിച്ചൊളിഞ്ഞ നെറ്റിയിൽ അതിപ്പോഴും ഉണ്ട്. ചെറുപ്പം കുഞ്ഞുങ്ങൾ അവരുടെ ചെറുപ്പം അമ്മമാരോട് ചോദിക്കും, അമ്മ എന്താണ് ആ വല്യപ്പച്ചൻ്റെ നെറ്റിയിൽ എസ്സിൻ്റെ അർത്ഥം? അമ്മമാർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അണച്ചു പിടിച്ച് വാവിട്ട് കരയും. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും, മക്കളെ ആ എസ്സിൻ്റെ അർത്ഥമോ സെയിൻ്റ് എന്നാ. ഇത്രയും ആശ്വാസം തന്നിട്ടുള്ള മറ്റൊരു കഥയില്ല. നമുക്ക് നമ്മുടെ മീതെയുള്ള സ്ക്രിപ്റ്റ് തിരുത്താൻ പറ്റും എന്ന് ഭൂമിയോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും ലളിതമായ രീതിയുടെ പേരാണ് ഇങ്ങനെ സുവിശേഷം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരെ കളഞ്ഞു പോയ ഹൃദയശുദ്ധി വീണ്ടെടുക്കാനായിട്ട് പറ്റും. അവനവൻ്റെ ആ ഹൃദയശുദ്ധിയുടെ നഷ്ടത്തിന് കുറേ അധികം കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ആ ലൂക്കാ 15-ാം അധ്യായം വായിക്കാവുന്നതാണ്. ഇങ്ങനെ കുറേ നഷ്ടങ്ങളുടെ കഥയാണല്ലോ. ജീവിതത്തിൽ സംഭവിച്ച ആ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഈ ഇന്നസെൻസിൻ്റെ നിഷ്കളങ്കത നഷ്ടം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം. അതിങ്ങനെ ആരെയും വിധിക്കാനായിട്ട് പറയുന്നതല്ല, നമുക്ക് നമ്മുടെ തന്നെ ഒരു റിട്രോസ്പെക്ഷനിൽ മനസ്സിലാവുന്ന, നമ്മുടെ തന്നെ ഒരു പുനർക്കാഴ്ചയിലും വീണ്ടും വിചാരത്തിലും മനസ്സിലാകുന്ന കാഴ്ച അതാ. ബാക്കി ഒന്നും വലിയ നഷ്ടമായിട്ട് തോന്നില്ല. നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ചങ്ങാതിമാരെ നഷ്ടമാവുകയോ ഇല്ലെങ്കിൽ ആരോഗ്യം നഷ്ടമാകുന്നൊക്കെ പറയുന്ന വെറുതെ പ്രകൃതി നിയമോ. പക്ഷേ ഈ നിഷ്കളങ്കതയുടെ നഷ്ടമെന്ന് പറയുന്ന ഉണ്ടാക്കുന്ന ഉലച്ചിൽ അത് വളരെ കഠിനമാണ്. എങ്ങനെയാണ് ഈ നിഷ്കളങ്കത നഷ്ടമാകുക എന്നുള്ളതിനെക്കുറിച്ച് ആ ഒരു അധ്യായത്തിൽ യേശു പറയാൻ ശ്രമിക്കുന്നൊരു 3 സൂചനകൾ. ഒന്നിങ്ങനെ നമ്മുടെ അജ്ഞത കൊണ്ടാണ്. എല്ലാവരും ജീവിതത്തിലുണ്ടാവും ഒരു അജ്ഞതയുടെ കാലഘട്ടം. ഇങ്ങനെ പത്രോസ് ഇങ്ങനെ തീ കായുന്ന കണക്കുള്ള ഒരു ഇടവേള, അതിനിടയിൽ ഒന്നും തലയിലോട്ട് വരുന്നില്ല. കാര്യമായിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒരു വീണ്ടും വിചാരങ്ങളോ പുനർവിചിന്തനങ്ങളോ സംഭവിക്കുന്നില്ല. എൻ്റെ അജ്ഞതയുടെ ഒരു കാലഘട്ടം. ആടൊക്കെ നഷ്ടമാകുന്നത് അജ്ഞതയിൽ നിന്ന്. ശരീരമൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുള്ള ആ പാളിച്ചകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അജ്ഞതയാണ്. കാരണം ആ കൃത്യമായിട്ട് അതിനെ ഒന്ന് ആദരിക്കാനോ അതിനെ വെൻറേറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത വിധത്തിലുള്ള ഒരു കാലമുണ്ടാകും. പിന്നെ ഇങ്ങനെ നാണയം നഷ്ടമാകുന്നത് ഇങ്ങനെ അശ്രദ്ധ കൊണ്ടാണ്. ഇത് കുറേ കാര്യങ്ങളുടെ മീതെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഒടുവിലായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ആ കഥയ്ക്കകത്തെ ആ ഇളയ മകൻ ഇറങ്ങിപ്പോകുന്ന കഥ അഹന്ത കൊണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനവൻ്റെ ഹൃദയ നൈർമല്യം നഷ്ടമാകാനായിട്ടുള്ള ഘടകങ്ങൾ ഒരു 3 കാര്യങ്ങളായിരുന്നു. ഒന്നിങ്ങനെ അജ്ഞതയാണ്, 2 അശ്രദ്ധയാണ്, 3 അഹന്തയാണ്. അതെന്ന് പറയാൻ കാരണം ഈ ജീവിച്ചിരിക്കുന്ന അപ്പനോട് മകൻ സ്വത്ത് ചോദിക്കാമെന്ന് പറയുന്ന വലിയ ദാഷ്ട്യമായിട്ട് ആ ദേശത്ത് ഗണിച്ചിരുന്നു. കാരണം മകന് നിശ്ചയമായിട്ടും അപ്പൻ്റെ സ്വത്ത് കിട്ടും, അത് അപ്പൻ്റെ മരണശേഷമാണ്. അതിനർത്ഥം മകൻ്റെ മനസ്സിൽ അപ്പന് ഓൾമോസ്റ്റ് ഇങ്ങനെ മരിച്ച ഒരാളെ കണക്കാണ്. അതിനേക്കാൾ വലിയ ധാർഷ്ട്യം എന്തുണ്ട്? എന്നിട്ടോ എല്ലാം വീണ്ടെടുക്കപ്പെടും. അവനവൻ്റെ ആ നൈർമല്യത്തിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വേണ്ടിയുള്ള വഴികൾ എന്തൊക്കെയാണ്? ഈ അജ്ഞതയെ ആ ജ്ഞാനം കൊണ്ട് വീണ്ടെടുക്കുക എന്നുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് മീതെ സംഭവിക്കേണ്ട ജ്ഞാനമുണ്ട്. വിശേഷിച്ചും ജ്ഞാനത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വഴി തന്നെയാണ്. സ്നേഹവും ജ്ഞാനവും ഒക്കെ പുതുനിയമത്തിൽ ഒന്നായിട്ട് മാറുന്നുണ്ട്. 2 ഇങ്ങനെ കുറേ കൂടി ജാഗ്രത ഉണ്ടാവുക, കുറേ കൂടി മൈൻഡ്ഫുൾനെസ് ഉണ്ടാവുക. അശ്രദ്ധ കൊണ്ട് നഷ്ടമായ നാണയത്തിൻ്റെ വീണ്ടെടുപ്പ് അങ്ങനെയാണല്ലോ. അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മീതെയും അവനവൻ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് കുറേ കൂടി ബോധമുണ്ടാവുക. വേദപുസ്തകത്തിൽ ആ വല്ലാത്ത മുഴങ്ങുന്ന ചോദ്യമുണ്ടല്ലോ, നീ എവിടെയാണ്? ഓരോ പ്രാവശ്യവും നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഇടം മറന്നു പോകുന്നു. നമ്മൾ ആരുടേതാണെന്നും എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. അപ്പം അതിനകത്ത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു കാര്യം, ഇങ്ങനെ ബോധപൂർവമുള്ളൊരു ജീവിതം എന്ന് പറയുന്നതാണ് പോംവഴി. പിന്നെ സംഭവിച്ചിട്ടുള്ള എല്ലാ അഹന്തകൾക്കും എല്ലാ ധാർഷ്ട്യത്തിനും
ഈ വിനയമെന്ന് പറയുന്ന സിദ്ധൌഷധം മാത്രമേ ഉള്ളൂ. ദിവസം അവസാനിക്കുമ്പോൾ തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നൊരു പ്രധാനപ്പെട്ട ഭാഗം അതല്ലേ, അവനിങ്ങനെ കാൽപാദങ്ങൾ കഴുകിയിട്ട് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. കുറേ കൂടി വിനയമുള്ളൊരു ജീവിതം, കുറേ കൂടി മനുഷ്യർക്ക് കീഴ്പ്പെട്ടൊരു ജീവിതം, കുറേ കൂടി മനുഷ്യർ നമസ്കരിച്ചുള്ള ജീവിതം മാത്രമായിരുന്നു ചെറുപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെയോ ഒക്കെ ഒരു ഘട്ടത്തിൽ നമ്മൾ നടത്തിയ ഈ അഹന്ത കൊണ്ട് സംഭവിച്ച കൈപ്പിഴകളുടെ ഒരു പരിഹാരം. അപ്പോൾ എന്തായാലും ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്. അവനവൻ്റെ ആ ഹൃദയാകാശത്തിൻ്റെ നൈർമല്യത്തെ വീണ്ടെടുക്കുക. ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു കുരിശുമലയുടെയൊക്കെ ഒരു താല്പര്യം തോന്നി കുരിശുമലയിൽ ചിലവഴിച്ച ഒരു കാലം. അപ്പോൾ ആ ഒരു ദിവസത്തിൽ അവിടുത്തെ ഒരു ആചാര്യനുമായിട്ട് ഇങ്ങനെ ഇത്തിരി സഞ്ചരിക്കാനായിട്ട് പോകും. വളരെ ലളിതമായൊരു കാര്യമാണ് ആ രാത്രിയിൽ അയാൾ പറഞ്ഞത്. പറഞ്ഞു ഇങ്ങനെ ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഇരുട്ടാ, ഒരു നക്ഷത്രവും ഇല്ല. പറഞ്ഞു ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ വളരെ കുട്ടികളോട് പറയുന്ന രീതിയിൽ അത് ഇപ്പോഴും അപ്പോഴുമൊക്കെ വളരെ ലളിതമായൊരു സത്യമാണ്. ഏതാകാശത്തിലാണ് നക്ഷത്രങ്ങളില്ലാത്തത്? എന്നിട്ടും ഏതൊക്കെയോ കാർമേഘങ്ങൾ വന്നിട്ട് ഈ നക്ഷത്രങ്ങളെ മറക്കുന്ന കണക്ക് തന്നെയാണ് നമ്മുടെ ഹൃദയവും. ആകാശം കണക്കാണ് മനസ്സ്. ആരുടെ മനസ്സിലാണ് നക്ഷത്രങ്ങളില്ലാത്തത്? എന്നിട്ടും ഏതൊക്കെയോ കാർമേഘങ്ങൾ, ഏതൊക്കെയോ തിന്മയുടെ കാർമേഘങ്ങൾ വന്നിട്ട് ഈ നക്ഷത്ര കാഴ്ചകളെ മറച്ചു കളയുന്നില്ലേ? അതുകൊണ്ട് തെളിഞ്ഞ ആകാശം കണക്ക് തെളിഞ്ഞ മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ തോന്നുന്നു ഇതിനേക്കാൾ മനോഹരമായ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന വേറെയില്ല. ഈ തെളിഞ്ഞ മനസ്സ് തരണമേ. നമ്മുടെ മുഴുവൻ ആ കാര്യങ്ങളും പരിക്കേൽക്കുന്നതും മുഴുവൻ കാര്യങ്ങൾക്കകത്ത് നമ്മൾ ബുദ്ധിമുട്ടുന്നതും ഈ തെളിഞ്ഞ മനസ്സിൻ്റെ ബലമില്ലാത്തതുകൊണ്ടാണ്. അതിനെ തിരികെ പിടിക്കാനാവുമെന്ന് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ തെളിഞ്ഞ മനസ്സ് വീണ്ടെടുത്ത് കഴിയുമ്പോൾ എല്ലായിടത്തും ദൈവം. എവിടെയാണ് ദൈവം ഇല്ലാത്തത്? അത് ഇല്ലാത്തിടത്തോളം കാലം ദൈവമുണ്ടെന്ന് നമ്മൾ കരുതിയ വിശ്വസിച്ച ഇടങ്ങളിൽ പോലും നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. നമ്മളതിൻ്റെ ആ കാഴ്ചകളിൽ മാത്രം പെട്ടുപോവുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കീറ് വെളിച്ചം വീഴുന്നില്ല. ഈ ഒരു ഹൃദയ നൈർമല്യം വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും, അത് ചില ഫ്രണ്ട്സ് കണക്കോ ലോകത്തുള്ള ഏത് മിസ്റ്റേക്കുകളെ കണക്കോ സദാ ഇടങ്ങളിൽ, എല്ലായിടങ്ങളിലും ഇങ്ങനെ ഈശ്വരനെ കണ്ടിട്ട് വല്ലാത്തൊരു തരം നിലവിളിയോടും ഹർഷത്തോടും കൂടി ജീവിച്ച് ഒരുപക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റിയെന്നിരിക്കും. കുഞ്ഞുങ്ങൾ കണ്ടെത്തുന്ന കണക്ക് ഹൃദയ നൈർമല്യത്തിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് മാത്രമാണല്ലോ ഉള്ളത്. അവരിങ്ങനെ എല്ലായിടത്തുമൊക്കെ ഇങ്ങനെ ഒരു ദൈവാംശവും അത്ഭുതമൊക്കെ കാണുന്നില്ലേ? നമുക്ക് ഒന്നിനും ഇതേ അത്ഭുതമില്ല, ഒന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. അപ്പോൾ ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. ഈ തെളിയാതെ പോയ മനസ്സ്, തെളിഞ്ഞ മനസ്സുണ്ടാവട്ടെ. എന്നിട്ട് എവിടെയും അവൻ്റെ കാൽപാദങ്ങൾ കണ്ട് അതിന് നമസ്കരിക്കാനുള്ള പ്രഭയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.